ഒരു പ്രധാനപ്പെട്ട വാർത്ത വരികയാണ്. കോവളത്ത് വലിയൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. കോവളം സാൻഡ്വിച്ച് ഹോട്ടലിലാണ് തീപിടുത്തം ഉണ്ടായത്. തീ കെടുത്തുന്നതിനിടയിൽ ഒരു ഫയർമാൻ അപകടം പറ്റിയിട്ടുണ്ട് എന്ന വാർത്തയും വരികയാണ്. സ്റ്റെഫിൻ വിവരങ്ങൾ നൽകും. നമുക്ക് സ്റ്റെഫിൻ, വലിയ തീപിടുത്തമാണോ, ആളുകൾ ഉണ്ടായിരുന്ന സമയത്താണോ, എന്താണ് അപകടത്തിന്റെ ഒരു വ്യാപ്തി? മാധു, ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ ഹോട്ടലിന്റെ താഴ്വശത്തൊക്കെ തന്നെ ആളുകൾ ഉണ്ടായിരുന്നു. ഈ ഹോട്ടലിന്റെ ഏറ്റവും മുകൾ വശത്തുള്ള യോഗ സെന്ററിലാണ് തീപിടുത്തം ഉണ്ടായത്. പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിൽ തീപിടുത്തത്തിന് കാരണമായത് എന്നുള്ളതാണ്. വൈദ്യുത ഉപകരണങ്ങളൊക്കെ തന്നെ അവിടെ കത്തി നശിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ വിഴിഞ്ഞം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഈ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് പരിക്കുമേറ്റിട്ടുണ്ട്, കാലിന് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് അവിടെ എത്തി തീ അണച്ചതാണ് വലിയൊരു അപകടം ഒഴിവാക്കിയത്. തീ നിലവിൽ നിയന്ത്രണ വിധേയമാണ്. കോവളത്താണ് വലിയ തീപിടുത്തമുണ്ടായത്. സാൻഡ്വിച്ച് എന്ന ഹോട്ടലിലാണ്, അതിന്റെ യോഗ മുറിയിലാണ് തീപിടുത്തമുണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സ്റ്റെഫിൻ, ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന്റെ കാരണം? പ്രാഥമികമായി അങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിൽ തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ് ഫയർഫോഴ്സ് അടക്കം പ്രാഥമികമായി നടത്തുന്ന പരിശോധനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും തീപിടുത്തത്തെ കുറിച്ച് കൂടുതൽ ഇതെന്താണ് ഏറ്റവും പ്രധാനമായി കാരണമായത് എന്നുള്ളത് ഇനി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഏതായാലും അല്പം മുമ്പാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത്. 4ാമത്തെ നിലയിലായിരുന്നു യോഗ സെന്റർ പ്രവർത്തിച്ചു വന്നിരുന്നത്. അവിടെ നിന്നും തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഈ സംഭവം, തീപിടുത്തം നാട്ടുകാരും അതോടൊപ്പം തന്നെ താഴെ സ്ഥാപനത്തിലുള്ളവരും ഒക്കെ തന്നെ അറിയുന്നത്. അവിടെ ആഹാരം പാചകം ചെയ്യാൻ വെച്ചിട്ട് അവർ പുറത്തേക്ക് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്നും ആ സ്റ്റൗവിൽ നിന്നും ഒക്കെ തന്നെ തീ പടർന്നു. ഉടൻ തന്നെ മറ്റ് വൈദ്യുത ഉപകരണങ്ങൾ, ഫ്രിഡ്ജ് അടക്കമുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അതിലേക്കൊക്കെ തീ പടർന്നതാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. തീ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് അല്ലെ? ധാരാളം ആളുകൾ താമസമോ മറ്റോ ഉണ്ടായിരുന്ന ഹോട്ടലാണോ ഇത്? ഇപ്പോൾ ഏതായാലും തീ നിയന്ത്രണ വിധേയമാണ്. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ, വിശദാംശങ്ങളൊക്കെ തന്നെ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഉടൻ തന്നെ ഈ തീ ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോ ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഘം അവിടേക്ക് എത്തി. 4ാം നിലയിലാണ്. അവിടേക്ക് തന്നെ തീ അണയ്ക്കുന്നതിന് ആദ്യഘട്ടത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും വിഴിഞ്ഞം ഫയർഫോഴ്സ് എത്തി അവിടെ പെട്ടെന്ന് തന്നെ തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതുകൊണ്ടാണ് ഒരു വലിയ അപകടം ഒഴിവായത്. ഈ താഴെ നിലയിലൊക്കെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ, ഹോട്ടലുകളൊക്കെ തന്നെ പ്രവർത്തിച്ച് വരികയായിരുന്നു. യോഗ സെന്ററാണ് ഏറ്റവും മുകളിലത്തെ 4ാം നിലയിൽ പ്രവർത്തിച്ചു വന്നിരുന്നത്. അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. സ്റ്റെഫനി, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റത് ഗുരുതരമായ പരിക്കാണോ? അത് അങ്ങനെ വലിയ പരിക്ക് എന്ന് പറയാനാകില്ല. കാലിന് നേരിയ തോതിൽ ഒരു പരിക്കേറ്റിട്ടുണ്ട്. അതിങ്ങനെ തീ നിയന്ത്രണ വിധേയമാക്കുന്ന ശ്രമത്തിനിടെ ഇത്തരത്തിൽ പരിക്കേറ്റു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിഗുരുതരമായ പരിക്കൊന്നും തന്നെയല്ല. ഈ തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടയിൽ കാലിന് മുറിവേറ്റു എന്നുള്ളതാണ് അവിടെ നിന്നും ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. സ്റ്റെഫനാണ് വിവരങ്ങൾ നൽകിയത്. കോവളത്തെ സാൻഡ്വിച്ച് ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. ഹോട്ടലിന്റെ 4ാമത്തെ നിലയിൽ യോഗ ഹാളിലാണ് തീപിടുത്തമുണ്ടായത്. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് ടീം എത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് നേരിയ തോതിൽ കാലിൽ പൊള്ളലേൽക്കുകയും ചെയ്തത്.